ഹലോ. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സൺഡേത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് അച്ചൂട്ടിക്ക് ലീവുള്ള ദിവസമാണല്ലോ. അപ്പോൾ ഞായറാഴ്ച അംഗനവാടിയൊന്നും ഇല്ല. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് വൈകി 8 മണിയായി കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റ് അടുപ്പൊക്കെ കത്തിച്ച് ദോശ ഉണ്ടാക്കിയത്. അപ്പോൾ രണ്ടുപേരും എഴുന്നേറ്റു കേട്ടോ. അപ്പോൾ അല്ലൂസ് വന്ന് എൻ്റെ അടുത്ത് വന്ന് ഇരിക്കുകയാണ്. കുറച്ച് കരച്ചിലായിരുന്നു. അപ്പോൾ അവനെ വെച്ചിട്ടാണ് ചായ കുടിച്ചത്. പിന്നെ അച്ഛൻ പണിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അച്ചൂട്ടി. രാവിലെ ഉറക്കത്തിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവളെ സമാധാനിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. കയ്യിൽ മുറിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സമാധാനിപ്പിച്ച് അവർക്കൊക്കെ ഭക്ഷണം രണ്ടാൾക്കും കൊടുത്ത് ഞാൻ ദോശയും സാമ്പാറാണ് കേട്ടോ രാവിലത്തെ കഴിച്ചത്. പിന്നെ ഇതാ ചോറ് തിളപ്പിച്ച് ഊറ്റാൻ നേരത്ത് കൈക്ക് ഒരു പണി കിട്ടി. കൈ കൂടെ മൊത്തത്തിൽ പോയി. അപ്പോൾ അതൊക്കെ പേസ്റ്റൊക്കെ തേച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ അടുപ്പിൻ്റെ അവിടെ വരുമ്പോൾ മൊത്തത്തിൽ മുഴുവനായിട്ട് ഇങ്ങനെ അടുപ്പിലാണല്ലോ പണി. അപ്പം ഞാൻ രസത്തിനുള്ള പണികൾ ചെയ്യാൻ നിൽക്കുകയാണ്. ഞാൻ വേഗം ഇങ്ങനെ എല്ലാതും കൂടി അരച്ചിട്ട് ലാസ്റ്റ് താളിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ രസം അങ്ങനെയും വയ്ക്കാം, അല്ലാതെയും വെക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാതും താളിച്ച് ഇതിപ്പോൾ രസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അരപ്പിൽ ജീരകം, കുരുമുളക്, മല്ലിപ്പൊടി, തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ട് അതിൽ പുളി ഒഴിച്ച് മല്ലിയിലൊക്കെ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ താളിക്കുന്ന നേരത്ത് കുറച്ച് കായപ്പൊടിയോ ഉപ്പൊക്കെ ഇട്ട് അത് തിളച്ച് വരുമ്പോഴേക്കും ഇറക്കി വയ്ക്കും. ഇങ്ങനെയും വെക്കാം, അല്ലാതെയും വെക്കുന്നവരുണ്ട് കേട്ടോ. വേഗം ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് അച്ഛന് ലീവുള്ള ദിവസം അവളുടെ മുടിയൊക്കെ ചീവി വെയിനൊക്കെ നോക്കുകയാണ്. കാരണം അല്ലാത്ത സമയത്ത് എനിക്കങ്ങനെ സമയം കിട്ടാറില്ല. കൂടുതലും പിടിച്ചിരുത്തി നോക്കും. ചില സമയത്ത് എനിക്ക് ഓടിപ്പോവും, വേണ്ടമ്മേ നോക്കണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് കിട്ടിയതുകൊണ്ട് വേഗം തലയൊക്കെ നോക്കി ചീവി വൃത്തിയാക്കുകയാണ്. എൻ്റെ തലയിലും ഇതുപോലെ തന്നെയാണ്. എത്ര വൃത്തിയാക്കിയാലും പണ്ടൊക്കെ എനിക്ക് നല്ല നീളമുള്ള മുടിയൊക്കെ ഉണ്ടായിരുന്നേ. ഇപ്പോഴാണ് ഞാനിപ്പോൾ ശരിക്കും എൻ്റെ മുടിയൊന്നും നോക്കാറില്ല. അപ്പോൾ അവളെ പിടിച്ചിരുത്തി അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ അവൾക്ക് മേലൊക്കെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. കാരണം കാലാവസ്ഥ ഇങ്ങനെ ഓരോന്നും മാറുമ്പോഴും കാറ്റൊക്കെ വീശുന്ന ഒരു സമയമൊക്കെയാണ്. അപ്പോൾ അവൾക്ക് മുളിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൾ തലയൊക്കെ ചീന്തി കഴിഞ്ഞിട്ട് മേലൊക്കെ എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് കുളിപ്പിക്കുന്ന നേരമൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ ചോറും കറിയൊക്കെ ആയി. കൂടുതലായിട്ടൊന്നും വെച്ചിരുന്നില്ല. ഒക്കെ സിമ്പിളായിട്ടൊന്ന് ചെയ്യാമെന്ന്, കുറച്ച് വീട്ടുപണികൾ ചെയ്യാമെന്ന് ഉണ്ടായിരുന്നു. കിട്ടുന്ന സമയം നോക്കിയിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ അവൾ കുറേ വാശിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ എനിക്ക് ഓർഡർ, കാരണം ഞാൻ അതുകൊണ്ട് ചീന്തുമ്പോൾ അവൾക്ക് കുറച്ച് വേദനിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് സാധാ ചീർപ്പുകൊണ്ട് ചീന്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പതുക്കെ ചീന്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് അവൾ ചില സമയത്ത് ഇങ്ങനെ കാണിച്ചു തരും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. പതിയെ നോക്കി കൊടുക്കുമ്പോൾ സുഖം കിട്ടുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അമ്മ എനിക്ക് തല ചീന്തി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരിക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ പിന്നെ മിണ്ടാതിരുന്ന് പിന്നെ അങ്ങനെ അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അല്ലൂസിനെ കൊണ്ടുവന്നു. അവനെയും കുളിപ്പിക്കാൻ ഒരുമിച്ചാണ് കുളിപ്പിക്കുക. ഒരുമിച്ച് ഇങ്ങനെ വെള്ളം ചൂടാക്കി വെക്കുമ്പോൾ അച്ചൂട്ടീനെ കുളിപ്പിക്കുന്ന കഴിഞ്ഞിട്ട് തന്നെ അല്ലൂസിനെയും കുളിപ്പിക്കുന്ന പിന്നീട് കുറേ സമയം എടുക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് രണ്ടാളുടെയും കുളിയൊക്കെ കഴിയുമല്ലോ. അപ്പോൾ അവന് മേലൊക്കെ ഇങ്ങനെ തന്നെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക. അവന് കുറച്ച് മുളിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ക്രീമും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ്. പിന്നെ അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അവന് ചോറൊന്ന് അടിക്കാൻ വേണ്ടി നിൽക്കണം. കുറച്ച് മുന്നേ എനിക്കൊന്ന് ഷോക്ക് അടിച്ചിരുന്നു. കാരണം നല്ലതുപോലെ ഇതിന് മുന്നേ നല്ലതുപോലെ ഷോക്ക് അടിച്ചു. കാരണം ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ തേനീച്ച കൂട് കെട്ടിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സ്വിച്ച് ഓഫാക്കിയിട്ടാണ്, ഒരു പിടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതൊക്കെ വൃത്തിയാക്കുന്ന നേരത്തെ എങ്ങനെയെന്നറിയില്ല പെട്ടെന്ന് സ്വിച്ച് ഓണായി നല്ലതുപോലെ ഷോക്ക് അടിച്ച്. ആ ഒരു സമയത്ത് എനിക്ക് എൻ്റെ മക്കളെയാണ് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞ ഒരു വന്നത്. ഞാൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഞാൻ ആലോചിച്ച് പോയി. പിന്നെ കുറച്ച് നേരത്തേക്ക് എനിക്കൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾ ഇവർ രണ്ടാളും മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ വേഗം കുളി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതിപ്പോൾ അവർ ഉറക്കി കഴിഞ്ഞിട്ടാണ് തുണികളൊക്കെ അലക്കിയത് ഉണക്കട്ടത്. പിന്നെ അമ്മൻ്റെ മീൻകുട്ടികൾക്കൊക്കെ പോയിട്ട് കുറച്ച് തീറ്റ കൊടുത്തിരുന്നു. അവർക്ക് അമ്മ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. അമ്മ രാത്രിയാണ് വരുന്നത് ഫംഗ്ഷന് പോയിട്ട്.
അപ്പോൾ ഞാൻ അവർക്ക് തീറ്റ കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പീരീഡ്സ് ആയ സമയങ്ങളിൽ ഇങ്ങനെ വീട്ടിൽ ഈ ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെക്കുമല്ലോ, ആ ഒരു സ്ഥലത്ത് മൊത്തം പൊടിയും പിടിച്ച് ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വിളക്ക് കൊളുത്താനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്യാൻ വെച്ചു. അപ്പോൾ എനിക്കൊരു സമാധാനമില്ല ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും, കാരണം എനിക്ക് നല്ല ദൈവവിശ്വാസമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അമ്പലത്തിലേക്ക് പോകണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ വിശ്വാസമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒന്ന് വൃത്തിയാക്കി വയ്ക്കാം, നല്ല വൃത്തിക്ക് മനസ്സിന് സുഖമില്ല, കാരണം വീടൊക്കെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുമ്പോൾ. അപ്പോൾ ആ ഒരു സ്ഥലത്ത് വൃത്തിയാക്കി അങ്ങനെ എനിക്ക് പറ്റുന്ന രീതിയിൽ എല്ലാം വൃത്തിയാക്കി ഇങ്ങനെ വെച്ചു. ദൈവത്തിൻ്റെ ഫോട്ടോ ഒക്കെ തുടച്ച് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ ചായ വെക്കാൻ അടുപ്പ് കത്തിക്കേണ്ടേ വെച്ചിട്ട് ഒരു കേക്ക് കഴിക്കുമ്പോൾ അച്ചൂട്ടി എണിച്ച് വന്നു. അങ്ങനെ അവരൊക്കെ മേലെ കഴിപ്പിച്ച് ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ വിളക്ക് കൊളുത്തി ഒന്ന് അമ്പലത്തേക്ക് പോകാൻ വെച്ചു കേട്ടോ. കസിനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇങ്ങനെ പോയിട്ടോ. അമ്പലത്തിൽ പോയപ്പോൾ തന്നെ ഒരു സമാധാനം കിട്ടിയിട്ടുണ്ട് എനിക്ക്. കാരണം എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അമ്പലത്തേക്ക് പോയി തൊഴുകാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തെ ഒരു അമ്പലത്തിൽ പോയി തൊഴുകുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ വന്നു. നേരെ പിന്നെ ഞങ്ങൾ പോയത് വല്യമ്മൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ വീട്ടിൽ പിന്നെ കുറച്ച് നേരം ഇവിടെ ഇരുന്നെങ്കിൽ സമയം പോവല്ലോ പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെ വീട്ടിൽ ഈ ഒരു പാട്ട് വെച്ചാൽ പാലൂസ് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അവന് അതിന് വേണ്ടി ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് ഈ പാട്ടൊക്കെ വെച്ചിട്ട് കൊടുക്കുക, ബൊമ്മ പാട്ടുകളൊന്നും വെച്ച് കൊടുക്കാറില്ല. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും സമയം 10 മണിയാവാറായി രാത്രി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോഴേക്കും അമ്മ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരെ വേഗം കടത്തി ഉറക്കണം, പിറ്റേ ദിവസം അച്ഛനും സ്കൂളുണ്ടല്ലോ. അപ്പോൾ അവരെ കുറച്ച് സമയമാവും, എന്നാലും കിടക്കാനൊക്കെ പോവുകയാണ്. അതപ്പോൾ ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറയാണ് കേട്ടോ അച്ചൂട്ടി. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു സൺഡേ ഏട്ടനും ഇല്ലല്ലോ കൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സൺഡേ, ചെറുതായിട്ടൊരു വ്ളോഗായി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് വരാം. ബൈ.